ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ അവസാന 2 റൗണ്ടുകളിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ പുതിയ നീക്കവുമായി ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റിമാക്. ക്യാമ്പിന്റെ ദൈർഘ്യം കൂട്ടാനും ഐ ലീഗ് അടക്കമുള്ളവയിൽ നിന്ന് കളിക്കാരെ എത്തിക്കാനുമാണ് ക്രൊയേഷ്യൻ കോച്ചിന്റെ പദ്ധതി. സാധാരണ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ദേശീയ ടീമിന്റെ ക്യാമ്പ് നടക്കാറുള്ളത്. യോഗ്യതാ റൗണ്ടിൽ കുവൈറ്റിനെതിരെ ജീവൻ മരണ പോരാട്ടമായതിനാൽ കൂടുതൽ ദിവസം ക്യാമ്പ് വേണമെന്ന പരിശീലകന്റെ ആവശ്യം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിച്ചു. 1 മാസമാകും ക്യാമ്പ്. ആദ്യ 3 ആഴ്ച ഭുവനേശ്വറിലും അവസാന ആഴ്ച കൊൽക്കത്തയിലും ക്യാമ്പ് നടക്കും. കൂടുതൽ ദിവസം ക്യാമ്പ് നടത്താൻ കഴിയുന്നതോടെ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും ഒത്തിണക്കം കൂട്ടാനും കഴിയുമെന്നാണ് സ്റ്റിമാക്കിന്റെ കണക്കുകൂട്ടൽ. മെയ് 10 മുതൽ ക്യാമ്പ് ആരംഭിക്കും. ISL മെയ് 4 കഴിയുന്നതോടെ കളിക്കാരെ വിട്ടുകിട്ടാനും പ്രയാസമുണ്ടാകില്ല. ക്യാമ്പിന് അനുവദിക്കുന്ന ദിവസം കുറഞ്ഞു പോകുന്നുവെന്നത് സ്റ്റിമാക് സ്ഥിരമായി ഉന്നയിക്കുന്ന പരാതിയാണ്. ISLന് പുറമെ ഐ ലീഗിൽ നിന്നും കളിക്കാരെ ക്യാമ്പിലേക്ക് വിളിക്കും. കുവൈറ്റിനെതിരായ മത്സരം ഇന്ത്യക്ക് മാത്രമല്ല സ്റ്റിമാക്കിനും നിർണായകമാണ്. ലോകകപ്പ് യോഗ്യത 3-ാം റൗണ്ടിലേക്ക് ടീമിനെ നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനമൊഴിയുമെന്ന് പരിശീലകൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ എ ഗ്രൂപ്പിൽ നിലവിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ പ്രകടനം മൊത്തത്തിൽ മോശമാണ്. കുവൈറ്റിനെതിരെ ജൂൺ 6-നാണ് മത്സരം. ഇതിൽ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സാധ്യത നിലനിർത്താൻ കഴിയൂ. 4 കളിയിൽ നിന്ന് 12 പോയിന്റുമായി ഖത്തർ ഗ്രൂപ്പിൽ നിന്ന് യോഗ്യത നേടിയിട്ടുണ്ട്. ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും 4 പോയിന്റ് വീതവും കുവൈറ്റിന് 3 പോയിന്റുമാണുള്ളത്. കുവൈറ്റിന് പുറമെ ഖത്തറിനെയും ഇന്ത്യക്ക് നേരിടാനുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.